ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേണമെങ്കിൽ ഞാൻ സംസാരിച്ച് ചന്ദ്രികയെ അവിടെ നിർത്തിക്കാം. അതുകൊണ്ടൊന്നുമില്ലേലും ഹരിതയ്ക്ക് എന്തെങ്കിലും പ്രയോജനമെങ്കിലും ഉണ്ടാവുമല്ലോ. ഇതിൽ കൂടുതൽ ഒരു നിബന്ധനയ്ക്ക് ഞാൻ തയ്യാറല്ല. ശരി, അത് മതി. പ്രകാശ, എന്റെ ഹരിതമോളെ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് എനിക്ക് ആരുമുള്ളൂ. അവളുടെ ഭർത്താവായ മനോജിന് കിട്ടാനുള്ള അവകാശം അവന് തന്നെ കിട്ടിയിരിക്കണം. അത് ഇൻഷുറൻസ് തുകയാണെങ്കിലും ശരി, ലോട്ടറി അടിച്ച വകയിലാണെങ്കിലും ശരി, അവന്റെ വിഹിതം അവന് തന്നെ കിട്ടിയിരിക്കണം. അത് ചോദിച്ചതിന്റെ പേരിൽ എന്റെ മോളെയും മരുമോനെയും അടിച്ചിറക്കാമെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. എന്നൊന്നും ചെയ്യരുത്. മനോജിന് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ കൊടുക്കാം. കൊടുക്കൂന്നല്ല, കൊടുത്തിരിക്കണം. നിന്റെ ശരീരഭാഷ കണ്ടാലേ അറിയാം പ്രകാശ, നീ ഉടായിപ്പെന്ന്. വീട് പണി പൂർത്തിയായി വരുന്നുണ്ടല്ലേ? പിന്നെ പാല് കാച്ച് ഉടനെ നടത്തണ്ടേ? വേണം. ഹരിതയുടെ ഭർത്താവിന് കിട്ടേണ്ട അവകാശം തട്ടിയെടുക്കാൻ നോക്കിയാൽ ആ പാല് കാഴ്ച നടക്കുന്ന വീട്ടിൽ വച്ച് ഞാൻ മുൻപന്തിയിൽ നിന്ന് നിന്റെ പുലകുളി അടിയന്തരം നടത്തേണ്ടി വരും. എടാ, അതെന്നെ കൊണ്ട് ചെയ്യിക്കണോ? പ്രകാശ, നീ കളിപ്പിക്കുന്നത് വെറും മനോജിനല്ല, ഈ കരുണാകരക്കുറുപ്പിന്റെ മകള് ഹരിതയുടെ കെട്ടിയോനെയാ. അപ്പൊ എനിക്ക് ഇടപെടേണ്ടി വരും. ശരി, ഇനി നിനക്ക് രണ്ടിലൊന്ന് തീരുമാനിക്കാം. മനോജിന് അർഹതപ്പെട്ട പണം കൊടുക്കണോ, അതോ പുതിയ വീട്ടിൽ മൂക്കിൽ പഞ്ഞു വെച്ച് കിടക്കണോ? കുറുപ്പ് സാറേ, ഞാൻ ആ കാശ് കോൺട്രാക്ടർക്ക് കൊടുത്തുപോയി. എനിക്ക് കുറച്ചു നാളത്തെ സാവകാശം തരണം. ഞാൻ മനോജിന് കൊടുക്കാനുള്ളത് ഉറപ്പായിട്ടും കൊടുക്കാം. നല്ല തീരുമാനം. പിന്നെ നീ സാവകാശം ചോദിച്ചില്ലേ? എടുത്തോ, ഇഷ്ടമുള്ള സമയം എടുത്തോ. 1 വർഷമോ 2 വർഷമോ എടുത്തോ, പക്ഷെ കാശ് കൊടുത്തിരിക്കണം. കൊടുക്കും. ആ ക്യാഷ് മനോജിന് കൊടുത്തിട്ട് നീ നിന്റെ വീടിന്റെ പാല് കാച്ചിന്റെ തീയതി കുറിച്ചാൽ മതി. എന്നിട്ടേ അത് നടക്കൂ. സാർ, ഞാൻ പ്രകാശ, രാഷ്ട്രീയത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും കുറുപ്പിന് ഒരു വാക്കേ ഉള്ളൂ. സാർ, ഞാൻ പാല് കാച്ചു കഴിഞ്ഞ് അടുത്ത ദിവസം വീട് ലോൺ വെച്ച് മനോജിന് ബിസിനസ് തുടങ്ങാനുള്ള പണം ഞാൻ കൊടുക്കാം. അതുറപ്പ്. മതി. പക്ഷേ പാല് കാച്ചു കഴിഞ്ഞ് 3-4 ദിവസത്തിനുള്ളിൽ മനോജിന് പണം കിട്ടിയിരിക്കണം പ്രകാശ. അല്ലെങ്കിൽ കുറുപ്പ് കുറച്ചുപേര് അങ്ങോട്ടയച്ച് സാറിനെ ഒന്ന് വിളിപ്പിക്കും. വേണ്ട സാർ, എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കും. സാർ, ഞാനത് ചെയ്യുമ്പോ ഒരു കാര്യം സാർ എനിക്ക് കൂടി ചെയ്തു തരണം. അച്ഛന്റെ കാശ് പങ്കുവയ്ക്കുമ്പോ ബാധ്യതകൾ കൂടി പങ്കുവയ്ക്കണ്ടേ? സാർ ഒരു പൊതുപ്രവർത്തകനല്ലേ? അതല്ലേ അതിന്റെ ശരി? മനസ്സിലായില്ല? ഇനി അങ്ങോട്ട് അച്ഛന്റെ അമ്മയുടെ സംരക്ഷണ ബാധ്യത ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല. പങ്കുവയ്ക്കുമ്പോ അതുകൂടി പങ്കുവയ്ക്കണം. ആരെങ്കിലും ഒരാളെ മാത്രമേ എനിക്ക് നോക്കാൻ പറ്റൂ. അച്ഛനെ മനോജ് നോക്കട്ടെ. അത് കൊള്ളാം. അടി മുതൽ മുടി വരെ ബാധ്യതയുള്ള മാധവൻ നായരെ ഹരിത ഏൽപ്പിക്കാൻ അത് പറ്റില്ല. വേണമെങ്കിൽ ഞാൻ സംസാരിച്ച് ചന്ദ്രികയെ അവിടെ നിർത്തിക്കാം. അതുകൊണ്ടൊന്നുമില്ലേലും ഹരിതയ്ക്ക് എന്തെങ്കിലും പ്രയോജനമെങ്കിലും ഉണ്ടാവുമല്ലോ. ഇതിൽ കൂടുതൽ ഒരു നിബന്ധനയ്ക്ക് ഞാൻ തയ്യാറല്ല. ശരി, അത് മതി. വാ.
ഞാൻ പറഞ്ഞതുപോലെ വാക്ക് തെറ്റിക്കരുത്. തെറ്റിച്ച അമ്മയുടെ എന്റെ സ്വഭാവം മാറും. അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ജഗനെയോ എന്നെയോ കാണാനായിരിക്കും ഞാൻ വിചാരിച്ചത്. എന്റെ മോനെയോ മരുമോളെയോ കാണാനല്ല ഞാൻ വന്നത്. ഇവിടുത്തെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാ. മുൻ MLA ആയിട്ടോ. ഈ വീട്ടിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ ഉള്ളവർക്കേ പറ്റൂ. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അത് പരിഹരിക്കാൻ പറ്റില്ല. മിസ്സസ് വന്ദന ജഗൻ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. പല വീടുകളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ വീട്ടിൽ എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നൊരു സ്ഥാനം വേണ്ടല്ലോ, അല്ലേ? ഇപ്പോ എന്റെ മോനെയും പണ്ട് എന്റെ മോളെയും കെട്ടിച്ചേച്ച വീടല്ലേ ഇത്? അതെ, ഞാൻ വന്നത് എന്റെ മകളുടെ ഒരു പരാതി പരിഹരിക്കാനാ. അതായത് അവളുടെ ഭർത്താവിന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൊടുക്കാൻ. അതിന്മേൽ ഒരു ധാരണയായിട്ടുണ്ട്. എന്ത് ധാരണ? എന്റെ അച്ഛൻ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയത് മക്കള് തട്ടിയെടുത്തു. അതെ, എല്ലാ മക്കളെയും കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നില്ലല്ലോ. അവരും അച്ഛന്റെ അമ്മയുടെ പാരമ്പര്യം നിലനിർത്തുകയല്ലേ ചെയ്തത്. ഒളിച്ചോട്ടം. മാധവൻ ചന്ദ്രിക, വന്ദന ജഗൻ, മനോജ് ഹരിത. കഷ്ടം. എന്റെ കൊച്ച എനിക്കാ നഷ്ടം. മക്കളെ ആഡംബരപൂർവ്വം കെട്ടിച്ചുവിടാൻ പാങ്ങില്ലാത്ത മാധവൻ നായർക്ക് ഒടുക്കത്തെ ലാഭവും. എന്റെ ഒരു ഗതികേടേ. എന്റെ ഭർത്താവിന്റെ അച്ഛനോടുള്ള എല്ലാ ബഹുമാനവും പുലർത്തിക്കൊണ്ട് പറയാം. എന്റെ അച്ഛൻ അങ്ങനെ മക്കളെ കൊണ്ടുള്ള ലാഭവും നഷ്ടവും നോക്കി നടക്കുന്ന ആളൊന്നുമല്ല. സ്നേഹിക്ക് മാത്രമേ പാവത്തിന് അറിയൂ. എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തിയ അത് ആരായാലും ഞാൻ സഹിക്കില്ല. അതെ, ഉറപ്പെല്ലാം മറക്കാൻ ശ്രമിക്കുക. എന്നതൊന്നും ഓർമ്മിപ്പിക്കരുത്. വന്ദനെ, നീ ആവശ്യമില്ലാതെ കുറുപ്പ് സാറിന്റെ അടുത്ത് വഴക്കിടാൻ നിൽക്കണ്ട. ചില അത്യാവശ്യ കാര്യങ്ങൾ തീരുമാനിക്കാനാ ഇദ്ദേഹം വന്നത്. എന്നിട്ട് തീരുമാനം എടുത്തോ? ആ, എടുത്തു. എന്ത് തീരുമാനം? ഉത്തരവാദിത്വമുള്ള എന്റെ ഏട്ടൻ എന്റെ അമ്മായിയച്ഛന്റെ സാന്നിധ്യത്തിൽ എന്ത് തീരുമാനം എടുത്തത്? ഞങ്ങൾക്കൊന്ന് അറിഞ്ഞ കൊള്ളായിരുന്നു. മുതിർന്നവർ തീരുമാനമെടുത്ത് കഴിഞ്ഞു. അത് സമയമാകുമ്പോ ഭവതിയെ അറിയിക്കാം. അപ്പൊ അറിഞ്ഞാ മതി. അവിടുന്ന് മാനത്തെ കൊട്ട